ൾക്ക് രണ്ട് ആഘോഷങ്ങളാണുള്ളത്, രണ്ട് ഈദുകളാണുള്ളത്. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഉണ്ട്. ആ രണ്ടിനും എത്രയെത്ര സുന്നത്തുകളും മര്യാദകളും പറഞ്ഞു. തെക്ബീറിന്റെ സമയങ്ങൾ പറഞ്ഞു, അത് ആരംഭിക്കേണ്ടത് പറഞ്ഞു, അവസാനിക്കേണ്ടത് പറഞ്ഞു, അതിന് പ്രത്യേക നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, സ്വതക്കയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, വസ്ത്രം ധരിക്കുന്നത് പറഞ്ഞു, സ്ത്രീകളെ കൊണ്ടുവരുന്നത് പറഞ്ഞു, അതിന്റെ എല്ലാ വശങ്ങളും പറഞ്ഞു, വഴിമാറി സഞ്ചരിക്കണം എന്ന് വരെ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഒരു ആഘോഷമായി മാറ്റണമെങ്കിൽ അതിന്റെ ഒരു സുന്നത്തെങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് കാണാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? ഇല്ല. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ? ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയ. 30 വർഷമാണ് 4 ഖലീഫമാര് ഭരണം നടത്തുന്നത് ഇസ്ലാമിൽ. അവരാരും ഇത് അനുഷ്ഠിച്ചിട്ടില്ല. 55 വർഷം വരെ ജീവിച്ച നമ്മുടെ ഉമ്മമാരുണ്ട്, പ്രവാചക പത്നിമാരുണ്ട്. അവരുടെ സംഭവങ്ങളിലോ അവരുടെ ചരിത്രങ്ങളിലോ സൂചന കാണാൻ കഴിയില്ല. പിന്നീട് 100 വർഷം ജീവിച്ച സ്വഹാബാക്കളുണ്ട്, താബികളുണ്ട്, തബഉത്താബികളുണ്ട്, 4 മദ്ഹബിന്റെ ഇമാമമാരുണ്ട്. ഇവരാരും ഇതുപോലൊരു ആഘോഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഏത് ദിവസം ജനിച്ചു എന്നതിന് ഒരു കൃത്യമായ ഉത്തരമെങ്കിലും ഉണ്ടാകുമായിരുന്നു. പിന്നീട് ഇത് എവിടുന്ന് കടന്നു വരുന്നു എന്നത് ചരിത്രം പരിശോധിച്ചാൽ ഹിജറ 300-ന് ശേഷം ഷിയാക്കളിലെ ഫാത്തിമിയ വിഭാഗം തുടക്കം കുറിച്ച് പിന്നെയും 300 വർഷം കടന്ന് മുളഫർ എന്ന് പറയുന്ന ഒരു രാജാവ് അതിനെ ജീവിപ്പിച്ചു കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ഒരു രാജാവ് ചെയ്തതാണോ ഇസ്ലാമിലെ പ്രമാണമെന്ന് പറയുന്നത്? ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയമാണ്.